ഒമാനിലെ ദോഫാറിനെ കുളിരണിയിച്ച ഖരീഫ് സീസൺ നാളെ സമാപിക്കും. സീസൺ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ സന്ദർശകരുടെ ഒഴുക്കും വർദ്ധിച്ചിരുന്നു. ജൂൺ 21 മുതൽ ഇതുവരെ 10 ലക്ഷത്തിലധികം സന്ദർശകരാണ് ദോഫാർ സന്ദർശിച്ച് മടങ്ങിയത്. GCC രാജ്യങ്ങൾ ചൂടിൽ ചുട്ടുപൊള്ളിയപ്പോൾ മഴക്കുളിരിൽ തണുപ്പ് വരുത്തിയ സലാലയിലേക്ക് സഞ്ചാരികൾ ഒഴുകിയ 3 മാസമാണ് കടന്നുപോയത്. സലാലയിലെ റസാത്ത്, ഹംറാൻ, ഷൽനൂത്ത്, മുക്സൈൽ ബീച്ച്, വാദിദർബാദ് എന്നിവിടങ്ങളിലേക്കെല്ലാം സന്ദർശക പ്രവാഹമായിരുന്നു. ആദ്യ മാസത്തിൽ മഴ മാറിയെന്നെങ്കിലും പിന്നെ എത്തിയ മഴ വെള്ളച്ചാട്ടങ്ങളെല്ലാം സജീവമാക്കി. ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ജൂൺ 21-നും ഓഗസ്റ്റ് 31-നും ഇടയിലായി മൊത്തം സന്ദർശകരുടെ എണ്ണം ഏകദേശം 10,27,255 ആയിട്ടുണ്ട്. 2024 ഇതേ കാലയളവിൽ 10,06,635 സന്ദർശകരായിരുന്നു. GCC രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം 1,79,246-ഉം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ 1,13,784 പേരുമാണ്. സഞ്ചാരികളിൽ വലിയൊരു ഭാഗവും എത്തിയത് റോഡ് മാർഗമാണ്. വിമാന സർവീസുകൾ ഉപയോഗപ്പെടുത്തിയവരും നിരവധിയുണ്ട്. ചൂട് ശക്തമായ മസ്കത്ത്, അൽ ഉസ്ത, ബുറൈമി, ബാത്തിന മേഖലയിൽ നിന്നാണ് ഒമാനിൽ നിന്ന് കൂടുതൽ പേർ എത്തിയത്. UAE, സൗദി അറേബ്യ, ഖത്തർ തുടങ്ങിയ GCC രാജ്യങ്ങളിൽ നിന്നാണ് രാജ്യത്തിന് പുറത്തുനിന്നുള്ള സഞ്ചാരികളിൽ ഏറെയും എത്തിയത്. മീഡിയ 1, മസ്കത്ത്.